വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 29 മുതൽ 32 വരെ വാക്യങ്ങൾ. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവിനെ ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാതെ വീണ്ടും വഞ്ചനാപരമായി പെരുമാറാതിരുന്നാൽ മതി. കർത്താവ് മോശയുടെ അപേക്ഷ അനുസരിച്ച് പ്രവർത്തിച്ചു. ഫറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി, ഒന്നുപോലും അവശേഷിച്ചില്ല. എന്നാൽ ഫറവോ ഇപ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ ജനത്തെ വിട്ടയച്ചില്ല. പ്രിയമുള്ളവരെ, ഹൃദയം കഠിനമാക്കിക്കൊണ്ട് വീണ്ടും മുന്നേറുന്ന ഫറവോയെ നമുക്ക് കാണാം. രാജ്യത്തിന് ആകമാനം പ്രതിസന്ധി ഉണ്ടായിട്ടും, പ്രശ്നങ്ങളുണ്ടായിട്ടും, നഷ്ടങ്ങളുണ്ടായിട്ടും ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ മാത്രം പറഞ്ഞതാണ് ശരി എന്ന ചിന്തയിൽ ഫറവോ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ അനർത്ഥത്തിലേക്ക് അത് വഴിതെളിക്കുമെന്ന് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം ഈ മനോഭാവം നമ്മളിലുണ്ടോ? ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ മാത്രം പറഞ്ഞതാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് നിർബന്ധം പിടിച്ച് ശാഠ്യം പിടിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇന്നതിനൊരു തിരുത്തൽ കുറിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ നമ്മുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പറയാം. പക്ഷേ ദൈവഹിതം നടക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ എന്ന് പറയുന്ന മനോഭാവം നമുക്കുണ്ടാകണം. ഞാൻ മാത്രം പറയുന്നതേ ശരിയുള്ളൂ എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധികളിൽ നിന്ന് മാറി നമുക്ക് സമവായമുണ്ടാക്കിക്കൊണ്ട് ഏത് കാര്യത്തിലും നമ്മൾ ദൈവഹിതം മാത്രം നിറവേറ്റുന്നവരായി തീരാൻ, നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി നിർബന്ധ ബുദ്ധിയോടെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് പോകാനുള്ള ആ ഒരു ചിന്താഗതി നമ്മളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കുടുംബത്തിലായാലും കൊള്ളാം, സമൂഹത്തിലായാലും കൊള്ളാം, ഇടവക ദേവാലയത്തിലായാലും കൊള്ളാം. ഞാൻ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്ന് മാറി ദൈവഹിതത്തിന് വിധേയപ്പെടാൻ നമുക്കെല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ